ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന, ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉരുളക്കിഴങ്ങ് ഊത്തപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. ഇവിടെ അരിപ്പൊടി, കടലമാവ്, കുറച്ച് പുളിയുള്ള തൈര്, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി, മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. ഇതുകൂടാണ്ട് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ കുറച്ച് എണ്ണയും ആവശ്യം വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കടലമാവും അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതും നന്നായി മിക്സ് ചെയ്യാം. ഇനി പുളിയുള്ള തൈര്. തൈര് നേരത്തെ തന്നെ പുറത്തെടുത്ത് വയ്ക്കാൻ മറക്കരുത്. തണുത്ത തൈരിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 മുതൽ 2 കപ്പ് വെള്ളം വരെ കുറേശ്ശെ ചേർത്തിട്ട് കട്ടിയായ മാവായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് കുഴക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കട്ടിയുള്ള ഒരു മാവായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ മാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ്, കടലമാവ്, അരിപ്പൊടി, കുറച്ച് വെള്ളവും തൈരും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ മാവ് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി 1 മണിക്കൂർ നേരത്തേക്ക് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് മാവ് നന്നായിട്ട് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ദോശക്കല്ല് നന്നായിട്ട് എണ്ണ തേച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. വലിപ്പം നമുക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഉള്ളിയും ക്യാരറ്റൊക്കെ നമ്മൾ സാധാരണ ഊത്തപ്പം ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇത് ഈ ഭാഗത്തുനിന്ന് നന്നായി വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തുനിന്ന് കുക്ക് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മറിച്ചിടാതെ തന്നെ എടുക്കാം. ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഊത്തപ്പം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഊത്തപ്പം സാധാരണ കഴിക്കുന്ന പോലെ ചട്നിയുടെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇഡ്ലിപ്പൊടിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.